ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത നാവിനെ ശിഷ്യന്മാരുടെ നാവാക്കി മാറ്റുന്നത് എങ്ങനെ. हालेलुया। आज परमेश्वर का वचन से जैसे हम पिछले दिनों से पढ़ रहा है, चेलों का जीव कैसा होना चाहिए उसके विषय में हम पढ़ रहे हैं, सीख रहे हैं। यहाँ पे अभी तक परमेश्वर ने हमें कुछ बातें जो चेला का, प्रभु यीशु मसीह का चेला का कैसे होना चाहिए, वो 3 बातें हमने पिछले दिनों में सीखा था। वजन में चुकना नहीं है, टींग नहीं मारना है और शरीर को कलंक नहीं करना है। और चौथी बात हम आज सीख रहे हैं, याकूब का पत्रिका 3 अध्याय उसका 8वीं आयत में ऐसे लिखा है, पर जीव को मनुष्यों में से कोई वश में नहीं कर सकता। वह एक ऐसी बला है जो कभी रुकती ही नहीं और प्राणनाशक विष से भरी हुई है। ജീവ് പ്രാണനാശക് വിഷസെ ഭരി ഹുയിയെ. നാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യാക്കോബ് 3:8 പറഞ്ഞിരിക്കുന്നത്, അത് മരണകരമായ വിഷം നിറഞ്ഞത്, വിഷം ചീറ്റുന്ന, പോയിസൺ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളതാണ് നാവ് എന്നാണ് യാക്കോബ് പറയുന്നത്. ജഹർ വിഷ് जीव से उगलती है। चेलों के लिए ऐसा जीव नहीं होना चाहिए, चेलों का जीव से जहर नहीं निकलना चाहिए। परमेश्वर के वचन में बहुत सारे जगह पे जहर से भरा हुआ जीव के बारे में लिखा है। जहर से क्या होता है? भजन संहिता 140 का 3री आयत हम देखेंगे. 140 സങ്കീർത്തനം നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് സങ്കീർത്തനക്കാരൻ നാവിൻ്റെ വിഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 140 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. भजन संहिता 140 उसका 3री आयत में लिखा है, उनका बोलना सांप का काटना सा है, उनके मुंह में नाग का सा विष रहता है. അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട്. നോക്കുക, എത്ര ഭയാനകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ദാവീദ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എത്രയോ ഭയങ്കരമാണ്. സർപ്പത്തിൻ്റെ പോലെ വിഷം, അണലിയുടെ പോലെ വിഷം. നമുക്കറിയാം, സർപ്പത്തിൻ്റെ വിഷമെന്ന് പറയുന്നത് വളരെ വേദന ജനിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒടുക്കം മരണമാണ്. അണലിയുടെ വിഷമാണെങ്കിൽ വേദനയേക്കാൾ ഉപരി നിമിഷ നേരം കൊണ്ട് അത് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിഷ്ക്രിയമാക്കി പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാണ് അണലിയുടെ വിഷമെന്ന് പറയുന്നത്. यहाँ पे जो दाऊद कहता है, कुछ मनुष्य ऐसा होता है उनका बोलना सांप का काटना सा है, मुंह से नाग के जैसे जहर निकलता है. ऐसे लोग जब बात करते हैं तो उस बातें सुनने वाला नाश के ओर जाएंगे. उसका मतलब वही है. നമ്മുടെ വിഷം കലരുന്ന വാക്കുകൾ, വിഷം പോലെ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരെ നാശത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നാശം
ഉരുവാകുന്നുണ്ടോ, അവരെ നാശത്തിലേക്ക് അത് നയിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റൊരു വേദഭാഗം നാം നോക്കിക്കഴിഞ്ഞാൽ 50-ാം സങ്കീർത്തനം നമുക്കൊന്ന് നോക്കാം. അവിടെ സങ്കീർത്തനക്കാരൻ നാവിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 50 भजन संहिता 50 उसका 20वीं आयत, तू बैठा हुआ अपने भाई के विरुद्ध बोलता और अपने सगे भाई की चुगली खाता है. बैक बाइटिंग, മറ്റുള്ളവർക്ക് എതിരായിട്ട് സംസാരിക്കുന്നു, അപവാദം പറയുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. നോക്കുക, എത്ര ഭയങ്കരമായ പാപമാണ് നാവിൽ നിന്ന് ഉരുവാകുന്നത്. നമ്മുടെ നാവ് എത്ര ഭയങ്കരമായ പാപത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഈ വിഷയങ്ങളെ നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അനേകർക്ക് ഇത് ബുദ്ധിമുട്ട് ഉരുവാക്കും. നമ്മുടെ നാവിൽ നിന്ന് നാം മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാറുണ്ടോ? അപവാദം പറയുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് നാശകരമായ അനുഭവത്തിലേക്ക് അതവരെ നയിക്കുവാനിടയായിത്തീരും. ബാക്ക് ബൈറ്റിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് നീ അപവാദം പറയുന്നു, സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൾ ഇങ്ങനെയുള്ളതാകുവാൻ സാധ്യതകളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നാം പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് നാം തിരിച്ചറിയുന്നില്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണല്ലോ വായിച്ചത്, അത് വിഷം നിറഞ്ഞതാണ് നമ്മുടെ നാവ്, അതിനെ ആർക്കും മെരിക്കുവാൻ കഴിയത്തില്ലെന്നാണ് യാക്കോബ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്തോത്രം, ദൈവമക്കളാവുന്ന നമുക്ക് നമ്മുടെ നാവിനെ മെരുക്കുവാൻ കഴിയും. കാരണം നമുക്ക് ശിഷ്യന്മാരുടെ നാവ് കർത്താവ് നൽകും. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുടെ നാവായി തീർന്നാൽ ആ നാവിൽ നിന്ന് സർപ്പവിഷമോ അണലിയുടെ വിഷമോ ഒന്നും പുറത്തേക്ക് വരത്തില്ല. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ അപവാദം പറയത്തില്ല, ഏഷണി പറയത്തില്ല. ആമേൻ. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒരു വാക്കും നമ്മിൽ നിന്ന് പുറത്തു വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. അഗർ ഹമേ चेलों का जीव मिल जाता है तो हमारे मुंह से जहर से भरा हुआ बातें नहीं निकलेगी, विष हमसे नहीं निकलेगा. हमारे जीव को नियंत्रण में रखने के लिए प्रभु परमेश्वर हमारा सहायता करता रहेगा. उसी के लिए उन्होंने हमें चेलों का जीव दिया है और पवित्र आत्मा में दिया है. उससे हम इसके ऊपर जय पा सकता है. और 101 भजन संहिता में उसका 5वीं आयत हम देखेंगे तो 101-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം നോക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കുകയില്ല. 5वीं आयत इसमें ऐसे लिखा है, जो छिपकर अपने पड़ोसी की चुगली खाए उसको मैं सत्यानाश करूंगा. दाऊद कहता है ऐसे लोग इस पृथ्वी में नहीं रहना चाहिए, क्योंकि ऐसे लोगों के वजह से दूसरा लोगों का नाश हो जा रहा है. अच्छे अच्छे लोगों का नाश हो जा रहे हैं, क्योंकि लोग क्या करते हैं, लोग दूसरे लोगों के बारे में चुगली खाते हैं. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. സദൃശ്യവാക്യങ്ങൾ 25 നമുക്കൊന്ന് വരാം. ഹല്ലേലൂയ. Proverbs chapter 25, नीति वचन उसका 25वें अध्याय में हम आएंगे. वहाँ पे उसका 23वां आयत देखिए. Proverbs 25:23 സദൃശ്യവാക്യം 25-ന്റെ 23-ാമത്തെ വാക്യം. വടതിക്കാറ്റ്
മഴ കൊണ്ടുവരുന്നു. ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ഈ വചനങ്ങളൊന്നും വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. നാം അത് നമുക്കുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ വേരോടെ പിഴുതു കളയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നാം സാധാരണക്കാരല്ല, നാം ദൈവമക്കളാണ്. കർത്താവായ യേശുവിൻ്റെ ശിഷ്യരാണ്. ശിഷ്യന്മാരുടെ നാവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നാം ഉപയോഗിക്കുവാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. यहाँ पे नीति वचन 25 का 23 में लिखा है, जैसे उत्तरीय वायु वर्षा को लाती है, वैसे ही चुगली करने से मुख पर क्रोध छा जाता है. चुगली करने से मुख पर क्रोध छा जाता है. चुगली करने से लोगों के अंदर क्रोध उत्पादित होता है. हमें परमेश्वर दूसरों को क्रोध उत्पादित करने के लिए नहीं बुलाया, नहीं चुना है. लोगों को शांति दिलाने के लिए, लोगों को परमेश्वर के सामने लाने के लिए, प्रभु के बच्चे बनाने के लिए हमें परमेश्वर इस्तेमाल करना चाहता है. याकूबिന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. याकूब का पत्रिका में हम वापस आएंगे. उसका 4 अध्याय का 11वीं आयत देखेंगे. 4 अध्यायത്തിന്റെ 11ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. जेम्स चैप्टर 4 verse 11. हे भाइयों, एक दूसरे की बदनामी ना करो. ദൂഷണം പറയരുത്, അന്യോന്യം ദുഷിക്കരുത്, മറ്റുള്ളവനെ വിധിക്കരുത്. അങ്ങനെയെങ്കിൽ നീ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. एक दूसरे की बदनामी ना करो. जो अपने भाई की बदनामी करता है या भाई पर दोष लगाता है, वह व्यवस्था की बदनामी करता है. व्यवस्था मतलब परमेश्वर का वचन. परमेश्वर का जो वचन है उसकी हम निंदा करने वाले बन जाते हैं अगर हम अपने भाई का बदनामी करेगा तो. अगर हम भाई के बारे में दूषित बातें करते हैं तो हम परमेश्वर का वचन का बदनामी करता है. इसलिए हमें ध्यान देना बहुत ज़रूरी है. और യഹൂദ का പത്രിക में जब आएंगे तो യൂദയുടെ പുസ്തകത്തിലേക്ക് നാം വന്നാൽ അതിൻ്റെ 10ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ യൂദ ആത്മാവിൽ എഴുതിയിരിക്കുന്നത് जूड वर्स 10. यहूदा की पत्री उसका एक ही अध्याय है, उसका 10वीं आयत में लिखा है, पर ये लोग जिन बातों को नहीं जानते उनको बुरा भला करते हैं, पर जिन बातों को अचेतन पशुओं की नाई स्वभाव ही से जानते हैं उनमें अपने आप को नाश करते हैं. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അപ്പോൾ ഈ ദുഷിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ ദുഷിക്കുന്നതിലൂടെ, മറ്റുള്ളവരിൽ വിഷം ചീറ്റുന്നതിലൂടെ, നമ്മുടെ നാവിനെ അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ വഷളാക്കുകയാണ്. अगर हम अपने जीभ से दूसरों के बारे में चुगली लगाता है और दूसरों का बदनामी करता है, उससे हम अपने आप को नाश की ओर ले जा रहे हैं. वो भी नाश में जा रहे हैं, हम भी नाश की ओर जा रहे हैं. इसलिए हमारा जीभ को नियंत्रण में रखना बहुत जरूरी है. उससे कोई भी तरह का ജഹർ നഹി നികൽനാ ചാഹിയെ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ദൂഷണം എന്ന് പറയുന്നത്, സ്ലാൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് टू डैमेज वंस रेप्यूटेशन. दूसरे का बदनामी करने का मतलब यही होता है कि उसका जो सोसाइटी में उसका जो नाम है उसको हम नीचे करते हैं.
മറ്റുള്ളവർക്ക് ദേശത്തുള്ള അഭിമാനത്തെ നാം ദൂഷണം പറയുന്നതിനാൽ അതവർ നിന്ദിക്കപ്പെടുവാനിടയായിത്തീരും. ഇതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. एफेसियों का पत्रिका 4वीं आयत में हम आएंगे तो उसके बारे में लिखा है. एफेसियों के पत्रिका 4वीं आयत का 31वां आयत, एफेसियर 4:31, एफेसियंस चैप्टर 4 वर्स 31. वहां पे लिखा है, सब प्रकार की कड़वाहट और प्रकोप और क्रोध और कलह और निंदा सब वैर भाव समेत तुमसे दूर की जाए. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ദൂഷണം പറയുന്നത്, അപവാദം പറയുന്നത്, ഏഷണി പറയുന്നത്, മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുന്നത്, വിഷലിപ്തമായ വാക്കുകൾ സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർ 4:31 പറഞ്ഞിരിക്കുന്നത് എല്ലാ കയ്പും, പോയിസനെ കുറിച്ച് പറയുമ്പോൾ അത് കയ്പുള്ളതാണ്. ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല. സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് പോയിസൺ എല്ലാം, വിഷമെല്ലാം കയ്പുള്ളതാണെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ കയ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കയ്പ്, വിഷലിപ്തമായ ചിന്തകള്, വിഷലിപ്തമായ വാക്കുകള്, കോപം, ക്രോധം, കൂറ്റാരം, ദൂഷണം, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പോൾ ഈ വിഷലിപ്തമായ വാക്കുകള്, ദൂഷണമൊക്കെ എന്താണ്? दुर्गुणമാണ്, സൽഗുണമല്ല. यहाँ पे ये लिखा है तो सब प्रकार की कड़वाहट, जहर तो कड़वा होता है, और बाकी जितने भी गंदी बातें हैं वो सब किस स्वभाव को दिखाता है? वो सल स्वभाव नहीं है, वो वैर भाव है. तो विषलिप्त बातें, जहर से भरा हुआ बातें, दूसरों के बारे में चुगली करना, कड़वा भाषण देना, ये सब बदनामी करना, ये सब क्या है? वैर भाव है. अगर वैर भाव हम में है तो इस तरह का बातें हमसे निकलेंगी. प्रभु परमेश्वर हमें वैर भाव नहीं दिया है. प्रभु परमेश्वर अपना परमेश्वर का स्वभाव हमें दिया है, वो हमें पीछा करना है. वो स्वभाव हमसे निकलना चाहिए. നമ്മുടെ ദൈവമോ സൽഗുണങ്ങൾ നിറഞ്ഞവനാണ്. മത്തായി സുവിശേഷം 5 നാം വായിക്കുന്നുണ്ട്, നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 48. മത്തായി 5:48 നമുക്കൊന്ന് നോക്കാം. മത്തി രചിत सुसमाचार 5वें अध्याय उसका 48वां आयत हम देखें. उसमें ऐसा लिखा है, इसलिए चाहिए कि तुम सिद्ध बनो, वैर भाव का नहीं, तुम सिद्ध बनो जैसा तुम्हारा स्वर्गीय पिता सिद्ध है. നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്. അതുകൊണ്ട് നാമും സൽഗുണപൂർണരാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദുർഗുണപൂർണരാകുവാനല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെ അവൻ തൻ്റെ ശിഷ്യരാക്കി തിരഞ്ഞെടുത്തപ്പോൾ, നമ്മെ ദൈവത്തെ അനുഗമിപ്പാൻ വേണ്ടി, കർത്താവിനെ അനുഗമിപ്പാൻ വേണ്ടി അവൻ്റെ ശിഷ്യരാക്കിയപ്പോൾ, അവൻ്റെ ശിഷ്യന്മാരുടെ നാവ് നമുക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മെയും സൽഗുണപൂർണരാക്കുവാൻ വേണ്ടിയിട്ടാണ്. प्रभु यीशु मसीह हमें क्यों चुना है? क्यों अपना चेला बनाया है? क्यों चेलों का जीव हमें दिया है? जैसे हमारा पिता परमेश्वर वो सिद्ध है, उसी प्रकार सिद्ध होने के लिए हमें उसने चुना है, उसी के लिए हमें रखा है. നാം അവൻ്റെ മക്കളാണെന്ന് കാണിക്കണമെങ്കിൽ ആ സൽഗുണങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് വിഷലിപ്തമായ വാക്കുകൾ മാറുവാൻ, നമ്മളിൽ നിന്ന് കയ്പിൻ്റെ വാക്കുകൾ മാറുവാൻ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന, മരണത്തിലേക്ക് നയിക്കുന്ന വാക്കുകൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? हमें क्या करना चाहिए? एक इस तरह का जीभ से इसके ऊपर जय पाने के लिए हमें क्या करना चाहिए?
हालेलुया। इफिसियों का पत्रिका 4 का 32 में लिखा है क्या करना चाहिए. 4:32, എഫേസ്യ ലേഖനം 4:32 അതിനൊരു പ്രതിവിധി പറഞ്ഞു തന്നിട്ടുണ്ട്. എഫേസ്യൻസ് ചാപ്റ്റർ 4:32, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. इसमें लिखा है और एक दूसरे पर कृपालु और करुणामय हो और जैसे परमेश्वर ने मसीह में तुम्हारे अपराधों को क्षमा किया है वैसे ही तुम भी एक दूसरे के अपराध को क्षमा करो. ഹല്ലേലൂയ. ദൈവം നമ്മോട് ക്ഷമിച്ചു. ദൈവം എങ്ങനെ നമ്മോട് ക്ഷമിച്ചത്? ക്രിസ്തുവിൽ അവൻ നമ്മോട് ക്ഷമിച്ചു. ഹല്ലേലൂയ. ഈ മർമ്മം നമുക്ക് മനസ്സിലായാൽ ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ അവന് യാതൊരു കാരണവുമില്ലായിരുന്നു. ഹല്ലേലൂയ. കാരണം നാം അത്രമാത്രം പാപികളായിരുന്നു, അധർമ്മികളായിരുന്നു. നമ്മുടെ നാവിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകളാണ് വന്നിരുന്നത്. കഴിഞ്ഞ തവണ നാം ചിന്തിച്ചതാണ്. യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ അശുദ്ധ നാവുള്ളവൻ, അശുദ്ധ നാവുള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മോട് ക്ഷമിക്കും. അവൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ. അവൻ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കാണുന്നത് കൊണ്ടാണ്, നോക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മോട് ക്ഷമിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവൻ ക്രിസ്തുവിനെ ഇന്നുവരെയും അവൻ പരസ്യമായി ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർക്ക് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് അവൻ ഇന്നും ക്രൂശിൽ കിടക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന്, കാലിൽ നിന്ന്, അവൻ തലയിൽ നിന്നൊക്കെയും രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ആരെങ്കിലും അവനെ നോക്കി അവൻ വിശ്വസിച്ചാൽ അവൻ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അതിനുവേണ്ടി അവൻ ഇന്നും ക്രൂശിൽ കിടക്കുകയാണ്. അവൻ പ്രഭു പരമേശ്വർ हमसे हमें क्यों क्षमा किया है? एक ही व्यवस्था है. जब वो हमें प्रभु यीशु मसीह के तौर से, प्रभु यीशु मसीह से देखते हैं, क्योंकि प्रभु यीशु मसीह हमारे पापों के लिए क्रूस पर मरा है. जब वो परमेश्वर देखता है तो उसी के द्वारा हमसे क्षमा किया है. एक ही कारण है. हम अच्छे लोग नहीं थे, हम पूरे पापी थे, अदब से भरा हुआ थे, सारे तरह सा दुर्गुण हमारे अंदर थे. लेकिन प्रभु परमेश्वर जब हमें प्रभु यीशु मसीह से देखा, हालेलुया, उसका क्रूस के कारण देखा, तो हालेलुया उन्होंने प्रभु यीशु मसीह ने हमारा सारा पापों को अपने ऊपर लिया था. इसलिए प्रभु परमेश्वर हमारे पापों को क्षमा किया है. अगर प्रभु परमेश्वर प्रभु यीशु मसीह से हमें क्षमा किया है तो दूसरों को भी प्रभु यीशु मसीह के द्वारा हमें क्षमा करना चाहिए. യേശു ക്രിസ്തു നമ്മളോട്, ദൈവം നമ്മളോട് ക്ഷമിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ടാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ്. നാം അന്നും പാപികളായിരുന്നു. ദൈവം നമ്മോട് ക്ഷമിച്ചപ്പോൾ നാം പാപികളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ദൈവം നമ്മെ കണ്ടതുകൊണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ ആ ക്രൂശിൽ മറയ്ക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് ക്ഷമ ലഭിച്ചത്. അതേപോലെ മറ്റുള്ളവരെ യേശു ക്രിസ്തുവിലൂടെ നോക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് അവരോട് ക്ഷമിക്കുവാൻ കഴിയും. മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കെതിരായിട്ട് പറയാതിരിക്കാനുള്ള കൃപ അതിലൂടെ നമുക്ക് ലഭിക്കും. ക്ഷമിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് വിഷലിപ്തമായ വാക്കുകളിൽ നിന്ന് നമ്മെ തന്നെ നിയന്ത്രിപ്പാൻ കഴിയുകയുള്ളൂ. एक ही व्यवस्था है, एक ही रास्ता है जैसे हम इस जीव को कंट्रोल कर सकें. इस जीव को जहर नहीं निकलने के लिए, उसको नियंत्रित करने के लिए एक ही रास्ता है हमारे सामने. वो क्या है? जैसे प्रभु परमेश्वर ने प्रभु यीशु मसीह के द्वारा हमें देखा तो हमारे पापों को प्रभु यीशु मसीह ने उठा लिया था, उसके ऊपर ले लिया था. इसी प्रकार हम दूसरों को प्रभु यीशु मसीह के द्वारा देखेंगे तो, प्रभु यीशु मसीह ने उनको उनके पापों को लिया करके हम देखेंगे तो दूसरों को क्षमा कर, हम भी दूसरों को क्षमा कर पाएंगे. उसी तरह का हम दूसरों को क्षमा कर पाएंगे तो दूसरों के बारे में हम कड़वा भाषण नहीं करेंगे, चुगली नहीं करेंगे, उनकी बदनामी नहीं करेंगे.
जहर से भरा हुआ बातें हमसे नहीं निकलेंगे, क्योंकि हम जब प्रभु यीशु मसीह के द्वारा दूसरों को देखेंगे तो जैसे प्रभु परमेश्वर ने हमें देखा था, जैसे प्रभु परमेश्वर ने हमें क्षमा किया था, उसी प्रकार दूसरों का अपराधों को हम क्षमा करेंगे तो हमारे जीव को नियंत्रण में रखने के लिए हम भी काबिल हो जाएंगे. പരമേശ്വർ നാമಕ್ಕೆ മഹിമ ഹോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ, ഇങ്ങനെയുള്ള സംസാരം നമ്മളിൽ നിന്നുണ്ടാകുവാൻ തക്കവണ്ണം, സൽഗുണപൂർണരായി തീരുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.